നമ്മുടെ 10ാം ക്ലാസ്സിലെ ഓണം എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ഇത്. നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് തെറ്റിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. അപ്പൊ ഇതിന് ഉത്തരം എങ്ങനെയാണ് എഴുതുക എന്നുള്ള കാര്യം നോക്കാം. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാട്ടോ ഇത്. നമുക്ക് ചോദ്യം തന്നത് ഒരു അരിത്മാറ്റിക് സീക്വൻസിന്റെ 4th ടേം 80 ആണെന്നും 7th ടേം 60 ആണെന്നും നമുക്ക് തന്നു. 4th ടേം നമുക്ക് x4 എഴുതാം, അത് 60 ആണ്. 4th ടേം 80 ആണെന്നും അതുപോലെ 7th ടേം 60 ആണെന്നാണ് തന്നത്. 4ാമത്തെ പദം 80 ആണെന്നും 7ാമത്തെ പദം 60 ആണെന്നാണ് നമുക്ക് തന്നത്. 4ാമത്തെ പദം കഴിഞ്ഞാൽ എന്താ? 5ാമത്തെ പദം, 5ാമത്തെ പദം കഴിഞ്ഞാൽ 6ാമത്തെ പദം, 6ാമത്തെ പദം കഴിഞ്ഞാലാണ് 7ാമത്തെ പദം ആവുക അല്ലേ? ഇവിടെ എത്തിയപ്പോൾ എന്താണ്? നമ്പർ കുറഞ്ഞു വരികയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ള കോമൺ ഡിഫറൻസ് ഏതോ നെഗറ്റീവ് നമ്പർ ആണ്. ഇതിലെ പൊതുവ്യത്യാസം ഏതോ നെഗറ്റീവ് നമ്പർ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. നമുക്കൊരു 2 നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സമാന്തര ശ്രേണിയിലുള്ള ഒരു എപ്പിലുള്ള 2 നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കാണാൻ വേണ്ടി നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചാടിക്കേറി കോമൺ ഡിഫറൻസ് കാണരുത്. ഇതിലുള്ള പൊതുവ്യത്യാസം നമ്മൾ ചാടിക്കേറി കാണരുത് കേട്ടോ. 4ാമത്തെ പദം കഴിഞ്ഞിട്ട് 7ാമത്തെ പദമാവാൻ വേണ്ടിട്ട് നമുക്കറിയാം 4ാമത്തെ പദത്തിലോട്ട് ഒരു 3D കൂടിയാലാണ് 7ാമത്തെ പദാവുക. 4ാമത്തെ പദത്തിലോട്ട് 3 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 7ാമത്തെ പദാവുക. ഓരോ പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴും അടുത്തടുത്ത നമ്പറുകൾ വീണ്ടും ഇങ്ങനെ വരും. നിങ്ങൾ 4ാമത്തെ പദം കഴിഞ്ഞ് ഒരു നമ്പർ കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത നമ്പർ കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത നമ്പർ ആണെന്ത്? 7ാമത്തെ പദം അല്ലേ? 4 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞാൽ 6, 6 കഴിഞ്ഞാലാണ് 7ാമത്തെ നമ്പർ വരിക. അപ്പോ 4ാമത്തെ നമ്പർ കഴിഞ്ഞിട്ട് 3 നമ്പർ കഴിഞ്ഞാലാണ് 7ാമത്തെ നമ്പർ എത്തുക അല്ലേ? അപ്പൊ 3 നമ്പർ കഴിയണമെന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കൂട്ടേണ്ടി വരും. അതുകൊണ്ടാണ് 4ാമത്തെ പദത്തിലോട്ട് 3D കൂട്ടിയത്. 4, 3, 7. 4ാമത്തെ പദത്തിലോട്ട് 3 പ്രാവശ്യം D കൂട്ടിയാലാണ് 7ാമത്തെ പദം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ 3D കൂടിയപ്പോ എന്താ സംഭവിച്ചത്? 3D കൂടിയാലാണ് 7ാമത്തെ പദം. അങ്ങനെ 3D കൂടിയപ്പോ 80 ഉള്ളത് 60 ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ 3 പ്രാവശ്യം D കൂടിയപ്പോ 20 കുറയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊരു കാര്യം മനസ്സിലായി. 3D എന്ന് വെച്ചാല് -20 ആണ്. 3D -20 ആണെങ്കിൽ അപ്പൊ D എന്താ നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ പെട്ടെന്ന് ചാടിക്കയറി അത് നോക്കും. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഈ ചോദ്യം കുറച്ചുകൂടെ നമുക്ക് ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യുക. കാരണം D ഒരു സാധാരണ നമ്പർ അല്ല നമുക്ക് കിട്ടാം. ഇവിടെ വേണമെങ്കിൽ D കണ്ടു നോക്ക്. നമുക്ക് സാധാരണ ഒരു നാച്ചുറൽ നമ്പർ അല്ല ഇതിൽ D കിട്ടുക. അപ്പൊ ചാടിക്കയറി ചെയ്യാതെ ഇതിന്റെ ബാക്കി ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദി 10th ടേം ഓഫ് ദി സീക്വൻസ്? ഇതിലുള്ള 10ാമത്തെ പദം കാണാനാണ് നമ്മളോട് പറഞ്ഞത്. 10ാമത്തെ പദം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ 7ാമത്തെ പദം കഴിഞ്ഞിട്ട് ഒരു 3D കൂടിയാലല്ലേ 10ാമത്തെ പദം ആവുക. 7 കഴിഞ്ഞ് 3 നമ്പറുകൾ കഴിഞ്ഞാലാണ് 10ാമത്തെ നമ്പർ ആവുക. 3 നമ്പർ കഴിയണമെങ്കിൽ 3D കൂടണം. ഓരോ പ്രാവശ്യം D കൂടുമ്പോൾ എന്താ? അടുത്ത നമ്പറുകൾ ഇങ്ങനെ വീതം വരും അല്ലേ? അപ്പൊ 7ലോട്ട് 3 കൂട്ടിയാലാണ് 10. 7ാമത്തെ പദത്തിലോട്ട് 3D കൂടിയാലാണ് 10ാമത്തെ പദം ആവുക. 3D എന്താന്നുള്ള കാര്യം നമുക്ക് അറിയാം. 3D എന്താണ്? -20 ആണ്. 3D കൂടുമ്പോ 20 കുറയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ 3D കൂടുകയാണ്. ഇവിടെ എന്തായിരിക്കും ചെയ്യുക? 20 കുറയായിരിക്കും ചെയ്യുക. അങ്ങനെ 10ാമത്തെ പദം എന്തായിരിക്കും? 60 ഒരു 20 കൂടെ കുറഞ്ഞത് അല്ലെ? 60 ഒരു 20 കൂടെ കുറഞ്ഞാലാണ് 10ാമത്തെ പദം ആവുക. 10ാമത്തെ പദം 40 ആയിരിക്കും. സിമ്പിൾ. 60 20 കുറഞ്ഞാൽ 40. ഇത്രേ ഉള്ളൂ. കണ്ടു? നമ്മൾ D കാണേണ്ടി വന്നിട്ടില്ല ഇവിടെ. 3D തന്നെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയൂത്. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള 1ാമത്തെ പദം വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം? അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള 1ാമത്തെ പദം എന്താന്ന് ചോദിച്ചാൽ എങ്ങനെ കാണാം? 1ാമത്തെ പദത്തിലോട്ട് 3D കൂടിയതിൽ 4ാമത്തെ പദം. 1ാമത്തെ നമ്പർ കഴിഞ്ഞ് 3 നമ്പറുകൾ വന്നാലാണ് 4ാമത്തെ നമ്പർ ആവുക. 1ാമത്തെ പദത്തിലോട്ട് 3D കൂടിയാലാണ് 4ാമത്തെ പദം ആവുക അല്ലേ? ഇവിടെ നമുക്ക് കിട്ടിയത് x1ലോട്ട് 3D കൂടിയതാണ് എന്ത്? x4 എന്നുള്ള കാര്യം നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. 3D കൂടുക എന്ന് വെച്ചാല് 20 കുറയാണ്. ആ കാര്യം നമുക്കറിയാം. അപ്പൊ ഇവിടെ 20 കുറയായിരിക്കും ചെയ്യുക. അപ്പൊ 1ാമത്തെ പദത്തിൽ നിന്ന് 20 കുറഞ്ഞതാണ് എന്ത്? 80. അങ്ങനെ 1ാമത്തെ നമ്പർ എന്താണ്? 1ാമത്തെ നമ്പറിലോട്ട് 3D കൂടിയല്ലാണ് നമുക്ക് 4ാമത്തെ പദം. 4ാമത്തെ പദം 80 ആണ് അല്ലേ? 3D കൂടുക എന്ന് വെച്ചാല് 20 കുറയാന്നുള്ള കാര്യം നമുക്ക് നേരത്തെ മനസ്സിലായി അല്ലെ? 3D കൂടുക എന്ന് വെച്ചാൽ 20 കുറയാന്നുള്ള കാര്യം നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ 1ാമത്തെ പദത്തിൽ നിന്ന് 20 കുറഞ്ഞതാണ് 80.
ഒന്നാമത്തെ പദം എന്തായിരിക്കും? ഏത് നമ്പറിന് 20 കുറഞ്ഞാലാണ് 80 വരിക? 100 20 കുറഞ്ഞാലാണ് 80 വരിക. ഒന്നാമത്തെ നമ്പർ നമുക്ക് കിട്ടി 100. കണ്ടോ? 10ാമത്തെ പദം നമുക്ക് കിട്ടി, 1ാമത്തെ പദം നമുക്ക് കിട്ടി. ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല നമുക്ക് ഇവിടെ. നമുക്ക് ഡി കാണേണ്ടി വന്നിട്ടൊന്നുമില്ല. 3D എന്താണെന്നുള്ള സാധനം നമുക്ക് ചോദ്യത്തിൽ നേരത്തെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങളും എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പൊ ഓവർതിങ്ക് ചെയ്തിട്ട് നമ്മൾ ചാടി കയറി എപ്പോഴും ഡി നമ്മുടെ പൊതുവ്യത്യാസം കാണരുത്. ഇതുപോലെ നമുക്ക് ചെയ്യാനുള്ള ചോദ്യങ്ങൾ കുറേ എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പോ അത് ശരിക്കും അങ്ങനെയുള്ള ചോദ്യമാണെന്ന് നോക്കി അല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ ഡി കാണാം. അപ്പോൾ ഈ ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ ആ കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ നമുക്ക് ഗീവ് അവേ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഗീവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടി എളുപ്പമാണ്. താഴെ നമ്മുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇത് ഇതുപോലെ ഒരു ലിങ്ക്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വിൻഡോ ആയിരിക്കും ഓപ്പൺ ആവുക. അതിൽ SSLC നോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSLCക്ക് വേണ്ട, ഈ വർഷം മുഴുവൻ വേണ്ട, ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷവും വേണ്ട നോട്ടുകൾ നിങ്ങൾക്ക് ലൈഫ് ടൈം തന്നുകൊണ്ടിരിക്കും കേട്ടോ. ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. അതിന്റെ ക്ലാസ്സുകളും നോട്ടുകളും എല്ലാം ഫ്രീ ആയിട്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗീവ് അവേ നടക്കുന്നത് ഇവിടെയാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ ഫോം ഓപ്പൺ ആവുന്നുണ്ടായിരിക്കും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ഏതെങ്കിലും ഒരു 5 ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഗീവ് അവേയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ കൂടുതൽ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നവർക്ക് വിന്നർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതും കൂടെ നോട്ട് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതിലെ കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതുപോലെ നമുക്ക് ലൈവ് കൂടെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ലൈവ് ഉണ്ടായിരിക്കും. ലൈവ് കൂടെ കയറി കണ്ടുകൊണ്ടു എക്സാമിന്റെ മുഴുവൻ കാര്യങ്ങളും ഇതുപോലെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലും ഇതുപോലെ ലൈവിലായിട്ട് കാണാം. ഈ എക്സാം എന്തായാലും നമുക്കുള്ളതാണ് കേട്ടോ. തൽക്കാലം ബൈ ബൈ.